ജ്യോതിഷശാസ്ത്ര പ്രകാരം 27 നക്ഷത്രങ്ങളിൽ അവസാനത്തേതാണ് രേവതി. സമ്പൂർണതയുടെയും മോക്ഷത്തിന്റെയും നക്ഷത്രമായി ഇതിനെ കണക്കാക്കുന്നു. 2026 ജനുവരി മാസം പിറക്കുമ്പോൾ രേവതി നക്ഷത്രക്കാർ ഒരു പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത് വലിയ വിജയപ്രതീക്ഷയോടെയാണ്. മീനരാശിയിൽ ജനിച്ച ഇവർക്ക് ഈ സമയം വ്യാഴത്തിന്റെ അനുകൂല ഭാവങ്ങൾ സാമ്പത്തികമായി ഒരു വലിയ രക്ഷാകവചം തീർക്കുന്നുണ്ട്. ഈ വീഡിയോയിലൂടെ 2026 ജനുവരിയിലെ നിങ്ങളുടെ ധനസ്ഥിതി എങ്ങനെയായിരിക്കുമെന്ന് വിവിധ മേഖലകൾ അടിസ്ഥാനമാക്കി നമുക്ക് നോക്കാം. 2026 ജനുവരി മാസം രേവതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി മിശ്രഫലങ്ങളാണ് നൽകുന്നത്. മാസത്തിന്റെ ആദ്യ പകുതിയിൽ അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിക്കാൻ ഇടയുണ്ട്. എന്നാൽ മാസത്തിന്റെ രണ്ടാം പകുതിയോടെ വരുമാന സ്രോതസ്സുകൾ തെളിയുകയും മുടങ്ങിക്കിടന്ന പണം കൈവശം വന്നു ചേരുകയും ചെയ്യും. രേവതി നക്ഷത്രത്തിന്റെ അധിപൻ ബുധനായതുകൊണ്ട് തന്നെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ മാസം നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ നിന്ന് മിതമായ ലാഭം പ്രതീക്ഷിക്കാം. അമിതമായ ആഡംബരങ്ങൾ ഒഴിവാക്കിയാൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സാധിക്കുന്ന മാസമാണിത്. ഉദ്യോഗസ്ഥരായ രേവതി നക്ഷത്രക്കാർക്ക് ജനുവരി മാസം അനുകൂലമായ പല മാറ്റങ്ങളും കൊണ്ടുവരും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുന്ന മാസമാണിത്. വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ശമ്പള വർധനവിനോ ബോണസിനോ ഉള്ള സാധ്യതകൾ കാണുന്നു. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഉയർന്ന ശമ്പളത്തോടു കൂടിയ ഓഫറുകൾ ലഭിക്കാം. പ്രത്യേകിച്ച് ബാങ്കിംഗ്, IT, അധ്യാപനം എന്നീ മേഖലകളിലുള്ളവർക്ക് സാമ്പത്തികമായി വലിയ മുന്നേറ്റം ഉണ്ടാകും. പ്രധാന ജോലിക്ക് പുറമെ പാർട്ട് ടൈം ജോലികളിൽ നിന്നോ കൺസൾട്ടൻസി വഴിയോ അധിക വരുമാനം കണ്ടെത്താൻ സാധിക്കും. ഇത് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ബിസിനസ് ചെയ്യുന്ന രേവതി നക്ഷത്രക്കാർക്ക് ജനുവരി മാസം തന്ത്രപരമായ നീക്കങ്ങൾ നടത്തേണ്ട സമയമാണ്. ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജനുവരി രണ്ടാം വാരം മുതൽ അനുകൂല സമയമാണ്. പുതിയ പങ്കാളികളെ സ്വീകരിക്കുന്നത് വഴി മൂലധനം വർദ്ധിപ്പിക്കാൻ സാധിക്കും. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ് നടത്തുന്നവർക്ക് മികച്ച ലാഭം കൊയ്യാൻ സാധിക്കുന്ന സമയമാണിത്. കയറ്റുമതി, ഇറക്കുമതി രംഗത്തുള്ളവർക്ക് വലിയ ഓർഡറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പഴയ കടങ്ങൾ തീർക്കാൻ ഈ മാസത്തെ വരുമാനം നിങ്ങളെ സഹായിക്കും. കൃത്യമായ പ്ലാനിങ്ങിലൂടെ സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ സാധിക്കും. ഓഹരി വിപണിയിലോ മറ്റു ഊഹക്കച്ചവടങ്ങളിലോ ഏർപ്പെട്ടിരിക്കുന്ന രേവതി നക്ഷത്രക്കാർ ജനുവരിയിൽ കരുതലോടെ നീങ്ങണം. ദീർഘകാലാടിസ്ഥാനത്തിൽ ഷെയറുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ജനുവരി മികച്ച മാസമാണ്. എന്നാൽ ഇൻട്രാഡേ ട്രേഡിംഗിൽ ഏർപ്പെടുന്നവർക്ക് വലിയ ലാഭനഷ്ടങ്ങൾ മാറിമറിഞ്ഞു വരാം. സ്വർണത്തിലോ വെള്ളിയിലോ നിക്ഷേപിക്കുന്നവർക്ക് ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. ജനുവരി മാസത്തിലെ വില വ്യതിയാനങ്ങൾ നിരീക്ഷിച്ച് മാത്രം വാങ്ങുക. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സുരക്ഷിതമായ നിക്ഷേപ മാർഗങ്ങൾ തിരഞ്ഞെടുക്കാൻ ഈ മാസം പ്രചോദനം ലഭിക്കും. രേവതി നക്ഷത്രക്കാർക്ക് ജനുവരി മാസത്തിൽ സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. തർക്കത്തിലായിരുന്ന കുടുംബ സ്വത്തുക്കൾ വിൽക്കാനും അതിലൂടെ വലിയൊരു തുക കൈവശം വന്നു ചേരാനും സാധ്യതയുണ്ട്. സ്വന്തമായി വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ലോണുകൾക്കായി അപേക്ഷിക്കാൻ പറ്റിയ സമയമാണിത്. സാമ്പത്തിക സഹായം സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ലഭിക്കും. മാസത്തിന്റെ അവസാന വാരത്തിൽ പുതിയ വാഹനം വാങ്ങാൻ യോഗമുണ്ട്. എന്നാൽ വായ്പ എടുക്കുമ്പോൾ തിരിച്ചടവ് ശേഷി കൃത്യമായി കണക്കാക്കണം. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും കുടുംബപരമായ ആവശ്യങ്ങൾക്കായി വലിയൊരു തുക ചെലവഴിക്കേണ്ടി വരും. ജനുവരി മാസത്തിൽ കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങിയ ചടങ്ങുകൾക്കായി പണം ചെലവാകും. മുതിർന്നവരുടെ ആരോഗ്യ കാര്യങ്ങൾക്കായി ചെറിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതകൾ വന്നേക്കാം. മെഡിക്കൽ ഇൻഷുറൻസ് പുതുക്കാൻ മറക്കരുത്. വിനോദയാത്രകൾക്കായി പണം മാറ്റിവെക്കേണ്ടി വരും. ഇത് നിങ്ങളുടെ സമ്പാദ്യത്തെ ബാധിക്കാതെ നോക്കണം. വിദ്യാർത്ഥികളായ രേവതി നക്ഷത്രക്കാർക്കും അവരുടെ രക്ഷിതാക്കൾക്കും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തേണ്ടി വരും. വിദേശത്ത് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് സ്കോളർഷിപ്പുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ സഹായിക്കും. വിദ്യാഭ്യാസ വായ്പകൾ എളുപ്പത്തിൽ അനുവദിച്ചു കിട്ടും. ഇത് ഉപരിപഠനത്തിന് വലിയ തണലാകും. രേവതി നക്ഷത്രക്കാർക്ക് ഈ ജനുവരിയിൽ ഭാഗ്യപരീക്ഷണങ്ങളിലൂടെ ചില നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വലിയ തുകകൾ പ്രതീക്ഷിക്കരുത്. എങ്കിലും ചെറിയ സമ്മാനങ്ങൾ നിങ്ങളെ തേടിയെത്താം. പിതാവ് വഴിയോ പൂർവികർ വഴിയോ ഉള്ള ധനം കൈമാറി കിട്ടാൻ ഈ മാസം വഴിയൊരുങ്ങും. എല്ലാ ഗുണഫലങ്ങൾക്കിടയിലും ചില വെല്ലുവിളികൾ രേവതി നക്ഷത്രക്കാർ നേരിടേണ്ടി വരും. ശനി മീനം രാശിയിൽ നിൽക്കുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അമിത വിശ്വാസം അപകടം ചെയ്യും. ആർക്കും ജാമ്യം നിൽക്കാനോ വലിയ തുകകൾ കടം കൊടുക്കാനോ ഈ മാസം മുതിരരുത്. കയ്യിൽ പണം വരുമ്പോൾ അത് അനാവശ്യമായ ഗാഡ്ജറ്റുകൾക്കോ ആഡംബര വസ്തുക്കൾക്കോ വേണ്ടി ചെലവാക്കാൻ തോന്നും. ഇത് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓൺലൈൻ സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ജാഗ്രത പാലിക്കുക. പാസ്വേഡുകളും പിൻ നമ്പറുകളും സുരക്ഷിതമായി വെക്കുക. മാസത്തിന്റെ തുടക്കത്തിൽ സാമ്പത്തിക പ്ലാനിങ്ങിന് മുൻഗണന നൽകും. വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് വരാൻ സാധ്യതയുള്ളതിനാൽ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് നന്നായിരിക്കും. പഴയ സുഹൃത്തുക്കളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കാം. തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിലൂടെ അഡ്വാൻസ് തുകകൾ ലഭിക്കും. ബിസിനസ്സുകാർക്ക് കളക്ഷൻ വർദ്ധിക്കുന്ന സമയമാണിത്. രണ്ടാം വാരം തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിലൂടെ അഡ്വാൻസ് തുകകൾ ലഭിക്കും. ബിസിനസ്സുകാർക്ക് കളക്ഷൻ വർദ്ധിക്കുന്ന സമയമാണിത്. മൂന്നാം വാരം വീട്, ഭൂമി സംബന്ധമായ ഇടപാടുകൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ്.
കുടുംബത്തിൽ നിന്ന് സാമ്പത്തിക പിന്തുണ ലഭിക്കും. മംഗളകർമ്മങ്ങൾക്കായി പണം ചെലവഴിക്കും. 4-ാം വാരം മാസം അവസാനമാകുമ്പോഴേക്കും സാമ്പത്തിക നില ഭദ്രമാകും. അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് പണം വരും. ബാങ്ക് ബാലൻസ് വർദ്ധിക്കും. വരും മാസത്തേക്കുള്ള നിക്ഷേപങ്ങൾ ആസൂത്രണം ചെയ്യാൻ പറ്റിയ സമയമാണിത്. രേവതി നക്ഷത്രക്കാർക്ക് 2026 ജനുവരിയിൽ കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ ചില കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ബുധനെ പ്രീതിപ്പെടുത്താൻ ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയോ ചെയ്യുന്നത് ധനലബ്ധിക്ക് സഹായിക്കും. പാൽപായസം വഴിപാടായി സമർപ്പിക്കുന്നത് സാമ്പത്തിക തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. ബുധനാഴ്ചകളിൽ പച്ചക്കറികളോ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങളോ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത് രാഹുവിന്റെയും ശനിയുടെയും ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഓം ബുധായ നമഃ എന്ന മന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് ബുദ്ധിപരമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കും. മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ 2026 ജനുവരി മാസം രേവതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഈ വർഷത്തെ ധനസ്ഥിതിയിൽ ഒരു അടിസ്ഥാനമുണ്ടാകുന്ന മാസമാണ്. ശനിയുടെ സാന്നിധ്യം നിങ്ങളെ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ വ്യാഴത്തിന്റെ അനുഗ്രഹം ആ അധ്വാനത്തിന് കൃത്യമായ പ്രതിഫലം നൽകുന്നു. ആഡംബരങ്ങൾ നിയന്ത്രിക്കുകയും ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കുകയും ചെയ്താൽ 2026 എന്ന വർഷം നിങ്ങൾക്ക് വലിയ സാമ്പത്തിക ഉയർച്ചകളുടെ തുടക്കമായി മാറും. രേവതി നക്ഷത്രത്തിന്റെ 4 പാദങ്ങളും മീനം രാശിയിലാണ് വരുന്നത്. എങ്കിലും ഓരോ പാദത്തിന്റെയും നവാംശക അധിപന്മാർ വ്യത്യാസപ്പെട്ടിരിക്കുന്നതിനാൽ 2026 ജനുവരി മാസത്തിലെ സാമ്പത്തിക ഫലങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം. പാദങ്ങൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനം നോക്കാം. ധനു നവാംശത്തിൽ വരുന്ന രേവതി 1-ാം പാദത്തിന് വ്യാഴത്തിന്റെ ആധിപത്യമാണ് വരുന്നത്. ഇവർക്ക് പൊതുവെ സാമ്പത്തിക കാര്യങ്ങളിൽ ദീർഘവീക്ഷണം ഉണ്ടാകും. ജനുവരി മാസത്തിൽ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ കൂടും. തടസ്സപ്പെട്ട് കിടന്ന ധനം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ മാസം വളരെ അനുകൂലമാണ്. പുണ്യകർമ്മങ്ങൾക്കോ തീർത്ഥയാത്രകൾക്കോ വേണ്ടി പണം ചെലവഴിക്കും. അനാവശ്യ ധൂർത്ത് ഒഴിവാക്കാൻ സാധിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെ വരുമാനം വർദ്ധിക്കും. മകരം നവാംശത്തിൽ വരുന്ന രേവതി 2-ാം പാദം ശനിയുടെ ആധിപത്യത്തിൽ വരുന്ന പാദമാണ്. കഠിനാധ്വാനത്തിലൂടെ മാത്രമേ സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയുള്ളൂ. പണം കൈവശം വരുമെങ്കിലും അത് അടിയന്തര ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കേണ്ടി വരും. സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ട മാസമാണിത്. പുതിയ ബിസിനസ് സംരംഭങ്ങളിൽ വലിയ തുക നിക്ഷേപിക്കുന്നത് ജനുവരിയിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. വീട് അറ്റകുറ്റപ്പണികൾക്കോ വാഹനങ്ങൾക്കോ വേണ്ടി ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരിൽ നിന്നുള്ള സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം. ജോലിയിൽ സ്ഥിരത കൈവരും. കുംഭം നവാംശത്തിൽ വരുന്ന രേവതി 3-ാം പാദം ശനിയുടെ തന്നെ ആധിപത്യത്തിൽ വരുന്നതാണ്. ഇതിൽ ബുദ്ധിപരമായ നീക്കങ്ങൾക്കും സാമൂഹിക ബന്ധങ്ങൾക്കും മുൻഗണന ലഭിക്കും. സുഹൃത്തുക്കളോ പങ്കാളികളോ വഴി അപ്രതീക്ഷിത ലാഭമുണ്ടാകും. എങ്കിലും പങ്കാളിത്ത ബിസിനസ്സുകളിൽ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കണം. ഓഹരി വിപണിയിൽ നിന്ന് ചെറിയ ലാഭങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ കടം വാങ്ങിയുള്ള നിക്ഷേപങ്ങൾ പാടില്ല. ആഡംബര വസ്തുക്കൾ വാങ്ങാൻ താല്പര്യം കാണിക്കും. ഇത് മാസാവസാനം സാമ്പത്തിക ബുദ്ധിമുട്ടിന് കാരണമായേക്കാം. IT സാങ്കേതിക മേഖലകളിലുള്ളവർക്ക് വിദേശത്ത് നിന്ന് ധനസഹായമോ പ്രോജക്റ്റുകളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. മീനം നവാംശത്തിൽ വരുന്ന രേവതി 4-ാം പാദം നക്ഷത്രാധിപനായ ബുധനും രാശിയാധിപനായ വ്യാഴവും ഒരുപോലെ സ്വാധീനം ചെലുത്തുന്ന പാദമാണിത്. ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഉന്നതി പ്രതീക്ഷിക്കാവുന്നത് ഈ പാദക്കാർക്കാണ്. ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ധനനഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. സ്വർണം, ഭൂമി എന്നിവയിൽ നിക്ഷേപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. കുടുംബത്തിലെ കുട്ടികളുടെ പഠനാവശ്യങ്ങൾക്കോ മംഗളകർമ്മങ്ങൾക്കോ വേണ്ടി പണം കണ്ടെത്തേണ്ടി വരും. സാംസ്കാരിക രംഗത്തുള്ളവർക്കും എഴുത്തുകാർക്കും മികച്ച വരുമാനം ലഭിക്കുന്ന മാസമായിരിക്കും ഇത്. ജ്യോതിഷം ഒരു വഴികാട്ടി മാത്രമാണ്. നിങ്ങളുടെ കർമ്മവും പ്രയത്നവുമാണ് സാമ്പത്തിക വിജയത്തിന്റെ പ്രധാന ഘടകങ്ങൾ. ആത്മവിശ്വാസത്തോടെ മുന്നേറുക.